ജൂലൈ 28 തിങ്കളാഴ്ച നാളെ അവധി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കനത്ത മഴയെ തുടർന്ന് കേരളത്തിൽ ഏതൊക്കെ ജില്ലകളാണ് നാളെ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് അവധികൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും അതോടൊപ്പം ഏതൊക്കെ ജില്ലകളാണ് യെല്ലോ, റെഡ്, ഓറഞ്ച് തുടങ്ങിയ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടങ്ങിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കേരളത്തിൽ വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും വരും മണിക്കൂറുകൾ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും. വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമായിട്ട് തുടരുന്നത്. കേരളത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റ് ചൊവ്വാഴ്ച വരെ തുടരും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളായി പെയ്തിറങ്ങിയ ശക്തമായിട്ടുള്ള മഴ പല ജില്ലകളിലും ഇന്നലെ രാത്രി മുതൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഇതിനോടൊപ്പം തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ 9 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വരും മണിക്കൂറിൽ മഴ ശക്തമായ ഈ ഒരു മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതകളും ഏറെയാണ്. മഴയുടെ ശക്തി നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ കളക്ടർമാർ ഒഫീഷ്യലായിട്ടുള്ള അവധികളൊന്നും തന്നെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തൊക്കെയാണ് മഴ ശക്തമാകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടും പല സ്ഥലങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലും നിരവധി ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ വൈകുന്നേരത്തോടു കൂടി കളക്ടർമാരുടെ ഒഫീഷ്യൽ അറിയിപ്പുണ്ടാകുന്നതുവരെയും. അപ്പം നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.